നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇറ്റ്സ് ആക്ച്വലി ഫോർ 6 to 8 hours ആണ് ഇത് മെഷർ ചെയ്യാൻ ടൈം എടുക്കുന്നത്. ഓരോ ടെസ്റ്റ് എടുത്ത് അതിന്റെ റിസൾട്ട് നോക്കും, അത് അതിന്റെ അടുത്ത നമുക്ക് ടെസ്റ്റ് എടുക്കണം, അങ്ങനെയാണ് ഇത് ചെയ്ത് പോകുന്നത്. സ്കോറിങ് എപ്പോഴും ഒരുമിച്ച് തന്നെ ചെയ്യുന്നുണ്ടാവും ഇതിനെല്ലാത്തിൻ്റെയും. പക്ഷെ നമ്മൾ ഓരോ എസ് ചെയ്യുമ്പോൾ ടൈം ടേക്കിംഗ് 8 hours എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1 day ആണ് പോകുന്നത് ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രം. ടൈം ടേക്കിംഗ് ആണിത്. പിന്നെ ഇതിന്റെ സ്കോറിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഓവറോൾ സമപ്പാണ് ചെയ്യുന്നത്. ഓരോ ഏരിയസിന് സംഭവം ഈ വെർബലിന്റെ ഫുൾ ആയിട്ട് നമുക്ക് സമപ്പ് ചെയ്യാം, പെർഫോമൻസ് സമപ്പ് ചെയ്യാം, സെൻസറീസിന്റെ ഓരോ ഇഷ്യൂസിനെ സമപ്പ് ചെയ്യാം. അങ്ങനെ സമപ്പ് ചെയ്തതാണ് ഇതിന്റെ സ്കോർ. ടോട്ടലാണ് ഇതിന്റെ സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ സബ് ടെസ്റ്റിന്റെയും സ്കോർ എടുക്കാം. സെൻസറി മാറ്റർ പറഞ്ഞു, സെൻസറി പേഴ്സണൽ സ്കിൽസിന്റെ സമപ്പ് ചെയ്യാം. ഇതെല്ലാത്തിന്റെയും സം ടോട്ടലാണ് എടുത്തിട്ടാണ് നമ്മൾ അത് വെച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ആൻഡ് പല വേർഷൻസ്, ഇപ്പൊ വേറെ വേർഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് 5 to 14 years. ഹാസൽ ആക്ച്വലത്തെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ടിൽ അഡൽട്ട്ഹുഡ് വരെ ഉള്ളൂ. പിന്നെ ന്യൂ വേർഷൻ വന്നിട്ട് ടിൽ 14 years, ടിൽ അഡോളസൻസ് പീരീഡ് വരെ വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ വേറൊരു സൈക്കോളജിക്കൽ ബാറ്ററി ആണ് ലൂറിയ നെബ്രാസ്ക ബാറ്ററി എന്ന് പറയുന്നത്. ഇറ്റ്സ് കൺസ് ഓഫ് 11 സബ് ടെസ്റ്റ് ആൻഡ് 11 sub tests and consider 269 separate testing tasks ആണുള്ളത്. 2 separate testing tasks, 2 separate testings ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചെറിയ മെഷേഴ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലൈക്ക് ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇതിലും ഇതേപോലെ തന്നെ റീഡിങ്, റൈറ്റിംഗ്, റിസപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു. ലൈക്ക് അതിൽ കൂടുതൽ നമ്മൾ കോംപ്രിഹെൻഷൻ പാർട്ടാണ് കൂടുതലും യൂസ് ചെയ്യുക. നമ്മുടെ ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെ അകത്ത് വൊക്കാബുലറി, അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻസ്, റീസൺ ഇതൊക്കെ വന്നിട്ടില്ല, അതൊക്കെയാണ് ഇതിലും കയറി വരുന്നത്. പിന്നെ എക്സ്പ്രസീവ് സ്പീച്ച്, എക്സ്പ്രസീവ് നറേറ്റീവ് സ്റ്റോറീസ്, അതൊക്കെ അതിൽ കയറി വരിക. മെമ്മറി സ്കിൽസ് നമ്മൾ നോക്കുന്നുണ്ട്, അത്തമാറ്റിക് സ്കിൽസ് ആൻഡ് അതർ സ്കിൽസ്. അതർ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് റീസണിങ്, എബ്സ്ട്രാക്ട് ഫോം, അതൊക്കെ നമ്മൾ ഇതിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അവരുടെ ബാറ്ററി നമ്മൾ ഈ പറഞ്ഞ ആളുടെ ഡെഫിസിറ്റ് നമ്മൾ മനസ്സിലാവും. എല്ലാ ഏരിയസും കവർ ചെയ്ത്, ഇൻഡസ്ട്രിയൽ ഏരിയാസ് മൊത്തം കവർ ചെയ്തിട്ടാണ് അവരുടെ എത്ര ഡെഫിസിറ്റ് ഓരോ ലോബിലും വന്നത് മനസ്സിലാക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഷോർട്ട് പീരീഡ് ആണ്, 2.5 hours, 2.5 hours കൊണ്ട് നമുക്ക് ഈ ബാറ്ററി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ബാറ്ററീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാറ്ററീസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതേപോലത്തെ ഒരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ബാറ്ററി പറയാം, മറ്റു രണ്ട് ബാറ്ററി ഹാസ്റ്റഡും അതേപോലെ ലൂറിയ നെബ്രാസ്കയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററീസ് ഉപയോഗിക്കുന്നത്. ഇത് വേറെയാണ് ബോസ്റ്റൺ പ്രോസസ് അപ്രോച്ച്. ബോസ്റ്റൺ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്രോസസിങ് സൈഡാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ ഏരിയ വൈസ് അല്ല, നമ്മളൊരു ടാസ്ക് കൊടുത്ത് അതിന് പ്രോസസിങ് സൈഡ് നോക്കിയിട്ട് അന്ന് ഇന്റർപ്രിട്ടേഷൻസ് വരുത്തുക ചെയ്യുന്നത്. ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യാൻ ടാസ്ക് ഒക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മാനുവലൊക്കെ ഉണ്ട്. ആ മാനുവൽ നോക്കിയും ചെയ്ത് പോവുക വേണ്ട. ഇതൊക്കെ അപ്പൊ ഇതിൽ ഇവർ കൊടുക്കുന്നത് ഓർഡർ ടു ആൻസർ സ്പെസിഫിക് ന്യൂ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിന് ആൻസർ ചെയ്യണം നമ്മള്. അപ്പൊ ആൻസറിങ് ടൈം എത്രത്തോളം എടുക്കുന്നുണ്ട്, ആൻസറിങ് പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ മെയിൻലി അസസ് ചെയ്യുന്നത്. പിന്നെ അതിലൊരു പെർഫോമൻസ് ഓൺ വൺ ടെസ്റ്റ്, വിച്ച് ടെസ്റ്റ് സബ് ടെസ്റ്റ് നെക്സ്റ്റ്. ചില ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ വെർബൽ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട്, അതൊന്ന് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവർ മറ്റു ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹൈ ഓർഡർ ഫംഗ്ഷനിങ് പോലെയാണ്. ഒന്ന് കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, എന്നിട്ട് വേണം നമുക്ക് അടുത്ത നെക്സ്റ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാൻ. അല്ല എല്ലാ ടെസ്റ്റും ഒരുമിച്ച് ചെയ്തിട്ട് സ്കോറിംഗ് അല്ല ഇവിടെ വരുന്നത്. ഓരോന്നും ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് അടുത്ത ടെസ്റ്റിലേക്ക് ഒരു പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ വീക്ക്നെസ്സും വരുന്നത്. പിന്നെ ഇത് വേറൊരു ടെസ്റ്റ് ആണ്, ഇതേപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഇതൊന്നും ബാറ്ററീസ് അല്ല, ജസ്റ്റ് ഈ ഏരിയ മെഷർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ഡെലിസ് കപ്ലാന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സിസ്റ്റം നോക്കുന്നതാണ്. കപ്ലാന്റെ ടെസ്റ്റ് ഡെലിസ് കപ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മെയിൻലി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സംഗതി കാര്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ നോക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കുട്ടികളിലും അതേപോലെ വലിയവരിലും നോക്കുന്നുണ്ട്. ഫ്രം 8 to 89 years വരെ നമ്മൾ നോക്കുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 സബ് ടെസ്റ്റ്. ഇതിൽ നമുക്ക് അറിയുന്ന ടെസ്റ്റുകൾ തന്നെയാണ് ഇവർ ബാറ്ററിയിൽ എടുത്തിട്ടുള്ളത്. ബാറ്ററി ഫോം കുറച്ച് ബാറ്ററീസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, കുറച്ച് ബാറ്ററിനകത്ത് കുറച്ച് ടെസ്റ്റുകൾ ഇതിൻ്റെ അകത്തുള്ളൂ. 9 സബ് ടെസ്റ്റ് വന്നിട്ടുള്ളൂ. ഒന്ന് സോർട്ടിങ്, ഇന്നലെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ സോർട്ടിങ് ടൈപ്പ്, ഒന്ന് ഷേപ്പ് ബേസ്ഡോ കളർ ബേസ്ഡ് സോർട്ടിങ് കൊടുക്കും. അതുപോലെ ട്രയൽ മേക്കിംഗ് ഉണ്ട്, ട്രയൽ വെച്ചിട്ട് ഇപ്പൊ മെയ്സ് ട്രയൽ ട്രെയിനിങ് ഒക്കെ, മെയ്സ് ട്രയൽ നമ്മൾ കൊടുക്കാറുണ്ട്. എത്രോളം മൂവ്സ് എടുത്തിട്ടാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഹോൾ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ട്രയൽ മേക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വെർബൽ ഫ്ലുവൻസി നമ്മൾ നോക്കുന്നത് ഓരോ വേർഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഓരോ അവരുടെ വേർഡ് ഫ്ലുവൻസി മനസ്സിലാക്കുന്നത്. അതേപോലെ ഡിസൈൻ ഫ്ലുവൻസി മെട്രിക്സ് ടൈപ്പ് ആയിരിക്കും. മെട്രിക്സിന്റെ ഡിസൈൻസ് കൊടുത്തിട്ട് അതിങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ് നമ്മൾ ഡിസൈൻ ഫ്ലുവൻസി നോക്കുന്നത്. പിന്നെ പിന്നത്തുള്ളത് കളർ വേർഡ് ഇൻഡിഫറൻസ്. കളർ വേർഡ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ഒരു വേർഡ് കളറിലായിരിക്കും പറയുന്നുണ്ടാവുക, മറ്റൊരു വേർഡ് നമ്മൾ ആ വേർഡ് എന്താ നമ്മൾ വായിക്കുക വേണ്ടത്. അതേപോലെ അപ്പൊ അതില്
എപ്പോഴും ബ്ലോക്കിംഗ് എപ്പോഴും ഒന്നെങ്കിൽ കളർ ബ്ലോക്ക് ആയിട്ട് വരും, അല്ലെങ്കിൽ വേർഡ് ബ്ലോക്ക് ആയിട്ടാണ് വരിക. പിന്നത്തത് ടവർ എന്ന് വെച്ചാൽ ടവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ടവർ ഓഫ് പൈ എന്നുള്ളത്. പിന്നെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞു തന്നെ. അപ്പൊ ഇതൊക്കെ പ്രോബ് ടെസ്റ്റ്, ഇതെല്ലാം ഈ പറഞ്ഞ സെമി ടെസ്റ്റുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സാക്ട് ഫോം ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ടെസ്റ്റ് ഇവരെ കുട്ടികളുടെ ആണെങ്കിൽ വലിയവരുടെ ന്യൂറോ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നത്. ഇതിൽ മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അവർ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ മാത്രമായിട്ട് നോക്കുന്നുള്ളൂ. ഇതിന് നമുക്ക് പിന്നെയും മനസ്സിലാക്കാവുന്നത് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, അല്ലെങ്കിൽ തോട്ട്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ നമുക്ക് ഈ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നത്തത് യു ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ സൈഡ് ഓഫ് ഡെഫിസിറ്റ്. ഓക്കെ, എക്സിക്യൂട്ടീവ് സൈഡിൽ ഏത് ഏരിയയിലാണ് ഡെഫിസിറ്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഇതൊക്കെ പറഞ്ഞ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ സബ് ടെസ്റ്റുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതെല്ലാം അറിയുന്ന ടെസ്റ്റുകൾ തന്നെയാവുക. ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരാളുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഡെഫിസിറ്റ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ന്യൂ സൈക്കോളജിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ, അവരെ ഡെഫിസിറ്റ് മനസ്സിലാക്കുന്ന പോലെ തന്നെ നമുക്ക് ഫിസിയോളജിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ബ്രെയിൻ ഫംഗ്ഷനിങ്, ജസ്റ്റ് നോട്ട് ഡെഫിസിറ്റ് ആക്കി ബ്രെയിൻ ഫംഗ്ഷനിങ് മനസ്സിലാക്കാം. അതിലും ഡെഫിസിറ്റിനെ നമ്മൾ നോക്കുന്നത് ക്ലിയർ കട്ടായിട്ട് ഡെഫിസിറ്റ് മനസ്സിലാക്കും, പക്ഷേ ഫംഗ്ഷനിങ് ലെവല് ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അതാണ് ഒന്നുള്ളത് EG സാധാരണ ചെയ്യാറുള്ളതാണ്, MRI, അതേപോലെ പെറ്റ്, അതേപോലെ തന്നെ CAT, ഇതൊക്കെയാണ് CAT ടെസ്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നത്. ഏത് ബ്രെയിനിൽ ഏത് ഏരിയയിലാണ് ഡിസ്ഫങ്ഷൻ വന്നതെന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ന്യൂ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ആ ടെസ്റ്റ് സ്കോർ ബേസ് മാത്രം വെച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തില്ല. അതിലും ഇന്റർവ്യൂവിന്റെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, നമ്മുടെ അവരുടെ ക്ലൈന്റിനുള്ള ബിഹേവിയർ ഒബ്സർവേഷൻസും കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇന്റർപ്രിട്ടേഷൻസ് വെക്കുന്നുണ്ടാവുക. പിന്നെ ഈ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ടെസ്റ്റ് പെർഫോമൻസ്. വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴൊക്കെയാലും അവർ ചിലപ്പോൾ ചില റിസൾട്ടിൽ ചില സംഗതികൾ പറഞ്ഞു തരുന്നുണ്ടാകും, ചിലപ്പോൾ പറഞ്ഞു തരുന്നുണ്ടാവില്ല. അപ്പൊ അതും പറഞ്ഞിട്ട് അവർക്ക് അതിനുള്ള കഴിവില്ല എന്നല്ല, അവരെ പല ഫാക്ടർ, പല വേരിയബിൾസ്, ഇപ്പോൾ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഡിസ്ഫങ്ഷന് ചിലപ്പോൾ വേറെ ഏരിയാസിൽ അതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പെർഫോമൻസ് സൈഡിൽ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എപ്പോഴൊക്കെയാലും ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ന്യൂ സൈക്കോളജി ടെസ്റ്റിന് എപ്പോഴും ക്ലിയർ ആയിട്ട് ഇതാണ് കാരണം സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഇന്റർവ്യൂസ് നോക്കണം, അവരെ ബിഹേവിയർ ഒബ്സർവേഷൻ നോക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ എക്സ്പെൻസീവ് ആണ് അതിനകത്ത് പറഞ്ഞു. അതുപോലെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അവർക്ക് കുറച്ച് എക്സ്പോഷൻസ്, ഇപ്പോൾ മെട്രിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ റീസണിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ റേവിയൻ പ്രൊഫസി മെട്രിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഒക്കെ അവർക്ക് അതിനെ പറ്റി ഒരു ഇത് എങ്ങനെയാണ് റീസണിങ് ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ചെറിയൊരു എക്സ്പോഷൻസ് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് വേഗം സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വേർഷൻസ് വേറെ ഉള്ള പെർഫോമൻസ് നമ്മൾ കൊടുക്കുന്നത്. ഏജും എഡ്യൂക്കേഷൻ സൈഡും നമ്മുടെ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നത്തത് ഞാൻ പറഞ്ഞ ഇനി പറയാൻ പോണത് നമ്മൾ ന്യൂറോ സൈക്കോളജി ടെസ്റ്റ് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രൊജക്റ്റ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് ഞാനിപ്പോൾ അത് പറയുന്ന മുന്നേ ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് പറയാം. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും കാണാനുണ്ടോ? റോഷോക്ക് ടെസ്റ്റ് കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, താങ്ക് യു. അപ്പോ കറന്റ് സ്ലൈഡിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. കറന്റ് സ്ലൈഡാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊജക്റ്റ് ടെസ്റ്റ്. ഫസ്റ്റ് ആദ്യത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് റോഷാക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ പറയാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാറ്റിലേക്ക് നമുക്ക് പോകാം. ഇതിൽ വരുന്നത് റോഷാക്ക് ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. റോഷാക്കിന്റെ ടെസ്റ്റ് ആക്ച്വലി ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട്. ഇതിലിങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻബ്ലോക്ക് ടെസ്റ്റ് ആണ് റോഷാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ഫിഗേഴ്സ് ഉണ്ടാവും. ആ ഫിഗേഴ്സ് വെച്ചിട്ട് യു ഹാവ് ടു
റിഫ്ലക്ട് യുവർ ഫീലിങ്സ് അല്ലെങ്കിൽ യു ഹാവ് ടു റിഫ്ലക്ട് യുവർ ഒപ്പീനിയൻസ് എന്ന രീതിയിൽ. അപ്പൊ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഇന്റർപ്രിറ്റേഷൻസ് കൊടുക്കുന്നുണ്ടാവുക. 10 കാർഡ്സ് ആണ് ഇതിൽ വരുന്നത് എപ്പോഴും. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഐഡന്റിഫൈങ് യുവർ ഇന്നർ തോട്ട്സ് ഫീലിങ്സ് എന്നാണ്. ഇതുണ്ടാക്കിയ ആളുടെ പേരാണ് ഹെർമൻ റോഷാക്ക് ഇൻ 1960. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ഏജ് എന്ന് പറയുന്നത് 5 to adulthood ആണ്. ഓക്കെ, ഇത് അഡ്മിനിസ്ട്രേഷൻ സൈഡ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്ട് ടിപ്പിക്കലി എന്ന് പറയുന്നത് ഈച്ച് ഏരിയയിൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് 10 കാർഡ്സ് ആണ്. ഇതിൽ ഏജ് റേഞ്ച് വെച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ TAT-ലേക്കാണ് ഏജ് റേഞ്ച് വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ഏജ് റേഞ്ച് ഇല്ല, 10 കാർഡ്സ് നമ്മൾ കൊടുത്തിട്ട് CPC ചെയ്യുന്നത്. ആൻഡ് ഓരോ കാർഡ് ഇപ്പോൾ ഇരിക്കുന്ന രീതി ഉണ്ട് ഇതിന്. നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാർഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെ കണ്ടിട്ട് പറയാനാണ് പറയുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും ഒബ്സർവേഷൻസ് വെക്കും. കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കഥ അല്ലെങ്കിൽ എന്നാ കിട്ടുന്ന ആംബിഗസ് ഫിഗേഴ്സ് ആണ്, ക്ലിയർ ഫിഗേഴ്സ് അല്ല ആവുക, ആംബിഗസ് ഫിഗേഴ്സ് ആണ്. ആംബിഗസ് ഫിഗേഴ്സ് വെച്ചിട്ട് അവർക്ക് കാണുമ്പോൾ എന്താണ് അത് അവർക്ക് മനസ്സിലാവണേ എന്നുള്ളത്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അവർക്ക് എന്താ തോന്നണേ എന്നുള്ളത് ഒരു വേർബലായിട്ട് നമുക്ക് പറഞ്ഞു തരണം. ആ പറഞ്ഞതിന് റെസ്പോൺസ് ആയിരിക്കും നമ്മൾ മെയിൻലി റെസ്പോൺസ് കാർഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നുണ്ടാവുക. അതേപോലെ എപ്പോഴും ഇരിക്കുമ്പോഴും നമ്മുടെ അതാണ് സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നുണ്ടാവുക, നമ്മൾ സൈഡ് ബേസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ കാർഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കാർഡ് 10 കാർഡ് വെച്ചിട്ടുണ്ടാവും. ഓർഡർ ബേസ് ചെയ്തിട്ട് നമ്മൾ കാർഡ് എടുത്ത് പോകണം. മോണിറ്റർ ചെയ്യാനായിട്ട് അവർ ബാക്ക് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് സൈഡിൽ, ഏറ്റവും ബാക്കിലല്ല പോവുക, ജസ്റ്റ് സൈഡിലായിരിക്കും അവർ ഇരിക്കുന്നത്. നമ്മൾ എക്സാമിൽ ഇരിക്കുന്നുണ്ടാവുക. ആ കാർഡ്സ് അവർ പതുക്കെ നോക്കുന്നു, അവരെ നോക്കുമ്പോണ്ടാണ് ഒബ്സർവേഷൻസും കാര്യങ്ങളിലൊക്കെ നമ്മൾ റെക്കോർഡ് ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അത് 10 കാർഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസസ് നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് എ എൻക്വയറി ഫേസും കൂടി ഉണ്ട്. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് 10 കാർഡ്സ് കഴിഞ്ഞിട്ട് എൻക്വയറി ഫേസ് ഉണ്ട്. ആ എൻക്വയറി ഫേസ് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റെസ്പോൺസ് വരുന്നതെന്നുകൂടി നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കിക്കാവുന്നതാണ്. ഇതിന് മെയിൻ ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ മോട്ടിവേഷൻസ് എത്രത്തോളം ഉണ്ട്, അവരുടെ റെസ്പോൺസ് എത്രത്തോളം ഉണ്ട്, അവരുടെ കോഗ്നിറ്റീവ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ എക്സിക്യൂഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അവർ ഇമോഷൻസ് ആയിട്ട് എത്രത്തോളം ഉണ്ട്, അവർ ഇന്റർപേഴ്സണൽ സ്കിൽസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ സംഗതി ഈ പ്രൊജക്ട് ടെസ്റ്റിനകത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. പിന്നെ എസംഷൻസ് എന്ന് പറയുന്നത് ബേസിക് എസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ സാധാരണ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. ഇറ്റ് ബേസ്ഡ് ഓൺ ദ നീഡ്സ്, ബേസ്ഡ് ഓൺ ദ മോട്ടീവ്സ്, കോൺഫ്ലിക്ട്സ്, അതേപോലെ റെപ്രസെന്റേഷൻസ് ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതൊക്കെ ക്ലസ്റ്ററിംഗ് പ്രോസസ് ആണ്. ചില ക്ലസ്റ്ററിംഗ് പ്രോസസ് ഇസ് റെപ്രസെന്റേറ്റീവ് പ്രോസസ് യൂസ്ഡ് ഇൻ റിയൽ ലൈഫ്. ഇതൊക്കെ ഈ പറഞ്ഞ ഫീലിങ്സിനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസും കൂടി ഇതിനകത്ത് നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതൊന്നായിരിക്കും നമ്മുടെ ഇന്റർപ്രിറ്റേഷൻസ് നടത്തുന്നുണ്ടാവുക. അത് തരുന്ന റെസ്പോൺസ്, അപ്പോൾ ആ തരുന്ന റെസ്പോൺസസ് ബേസ്ഡ് ഓൺ നീഡ്സ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, ബേസ്ഡ് ഓൺ ദ കോൺഫ്ലിക്ട്, ബേസ്ഡ് ഓൺ ദ ബേസിക് മോട്ടീവ്സ്. ഇന്റർപ്രിറ്റേഷൻസ് മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ ഒന്നെങ്കിൽ ഇതിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് നമുക്ക് ഇന്റർപ്രിറ്റേഷൻസ് നടത്താം, അല്ലെങ്കിൽ നമുക്ക് എക്സ്നറിനാണ് മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്ന ഇന്റർപ്രിറ്റേഷൻസ് ആയിട്ട് അവരുടെ ഫോമാറ്റ് ഉണ്ട്, അത് വെച്ചാണ് ഇന്റർപ്രിറ്റേഷൻസ് കൊടുക്കുക. സ്കോറിംഗ് കുറച്ച് ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ബേസിക് സ്കോറിംഗ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. എക്സ്നറിന്റെ സ്കോറിംഗ് സിസ്റ്റം ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 10 ഇൻ ബ്ലോട്ട്സ് ആണ് ഉള്ളത്. അതിൽ ഇതിന്റെ കാർഡ് സൈസ് ആണ് 18x24 സെന്റിമീറ്റേഴ്സ് ഇൻ സൈസ്. ഇതിൻ്റെ അകത്ത് നിയർലി 5 ഇങ്ക് ബ്ലോട്ട് ആർ ഓഫ് ബ്ലാക്ക് ടൈപ്പ് ആണ്. ഇങ്ക് ബ്ലോട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്ലാക്ക് കാർഡ്സ് ആണ് 5 ബ്ലാക്ക് കാർഡ്സ്. വി ഹാവ് 2 red and black cards are there, and we have 3 multicolored white background cards also we have. അങ്ങനെ ടോട്ടലാണ് 10 എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ കോഡിംഗ് ഉണ്ട്. വി ഹാവ് 27 നമ്മൾ സ്കോറിംഗ് ആയി പറയുന്നത്. അതിന്റെ കോഡിംഗ് എന്ന് പറയുന്നത് 27 കോഡ്സ് ആണ്. അതിന് ഓരോന്നിനും ഓരോ കോഡ്. ഇപ്പൊ ഹ്യൂമൻ ഫിഗർ ആണ് അതിൽ കാണണമെങ്കിൽ അതിന് H എന്ന് പറഞ്ഞൊരു വയ്ക്കും. നേച്ചർ ആണ് N, ആനിമൽ. അത് ഓരോ ഫിഗേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഫോമിനും ഓരോ കോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്കോറിംഗ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഹോൾ ഫിഗർ, ഇപ്പം ഒരു ഫിഗർ ആംബിഗസ് ഫിഗേഴ്സ് നമ്മൾ കാണിക്കുമ്പോൾ അത് നമുക്ക് ഹോൾ ആയിട്ടാണ് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോൾ ആയിട്ടാണ് പറയുന്നത്. മൊത്തത്തിൽ എനിക്ക് കാണുമ്പോൾ ഒരു ഡോഗിനെ കാണാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ഐ എം സീയിങ് എ ബേർഡ് എന്ന് ഫീലിംഗ് വരും എന്നുള്ള ഒരു പൊസിഷൻ വരുവാണെങ്കിൽ അത് എവിടെന്നാ കണ്ടെന്നുള്ളത് എൻക്വയറി ഫേസ് എന്ന് ചോദിക്കും. അങ്ങനെ അപ്പൊ അതിലാണ് ആ കോഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ഹോൾ, പിന്നെ പാർട്ട് ഓഫ് ദ ബ്ലോട്ട്, DD എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ഡീറ്റെയിൽ. അൺയൂഷ്വൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് കാണുന്നത്.
ചെറിയതായിട്ട് പോയി കാണും. പിന്നെ സ്പേസ് മൊത്തം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ഫിഗറിനെ കാണുക അതിൻ്റെ അകത്തുനിന്ന്. അതാണ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ സാധാരണ നടത്താറുള്ളത്. ആൻഡ് ഇതിൽ പോപ്പുലർ റെസ്പോൺസ് ഉണ്ട്, ഒറിജിനൽ പോപ്പുലർ റെസ്പോൺസ് കൊണ്ട് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞ റെസ്പോൺസസ്. ഓക്കെ, അതേപോലെ ചില റെസ്പോൺസ് പറയുന്ന ഒറിജിനൽ അത് കാണുമ്പോൾ തന്നെ അത് തന്നെയാണ് ഫിഗർ. ശരിക്കും ഫിഗർ അവിടെ കാണുന്നുണ്ട്. ഫിഗർ വെച്ചുള്ളൊരു കാർഡ് നമുക്ക് പറയാൻ പറ്റും. അത് വെച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് പോപ്പുലർ ഫിഗേഴ്സ് ഉണ്ട്, ഒറിജിനൽ ഫിഗേഴ്സും ഉണ്ട്. സ്കോറിംഗ് ഇന്റർപ്രിട്ടേഷൻസ് മെയിൻലി ഓൺ ദ കണ്ടന്റ് ഓഫ് റെസ്പോൺസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ബേസ്ഡ് ഓൺ ഡിറ്റർമിൻസ് എന്ന് പറയുന്നത് ആ കാർഡ് കളർ കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്കോറിംഗ് ചെയ്യുന്നത്. ഒന്ന് കോഡിംഗ് ഉണ്ട്, അത് ഡിറ്റർമിൻസ് ഉണ്ട്, ലൊക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതിന്റെ സ്കോറിംഗ് നടത്തുന്നത്. ഇത് ഫസ്റ്റ് കാർഡാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ബാറ്റ് ഫീലിംഗ് ആണ്. ബാറ്റ് എന്നുള്ളൊരു ഫിഗർ ആണ് ഫസ്റ്റ്. 2 ബാറ്റ്സ് ഹോൾഡിംഗ് സംതിങ് എന്ന രീതിയിലാണ് നമുക്ക് ഫിഗേഴ്സ് കാണുന്നത്. അതിന് 10 കാർഡ്സിന്റെ ഡ്യൂപ്ലി അവിടെ ഇട്ടിട്ടുള്ളത്. സെക്കൻഡ് കാർഡാണ്. സെക്കൻഡ് കാർഡിൽ കൂടുതൽ നമ്മൾ കാണാൻ ആൾക്കാർ കൈ പിടിച്ച് നിൽക്കുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഇതൊക്കെ പോപ്പുലർ റെസ്പോൺസ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിലാണ് ബ്ലാക്ക് ആൻഡ് റെഡ് ഫിഗേഴ്സ് നമ്മൾ കാണുന്നത്, ഫോംസ് നമ്മൾ കാണുന്നത്. ഫിഗർ എന്ന് പറയുന്നത് ഫോംസ് കാണുന്നത്. ഫിഗർ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റ് നമുക്ക് എങ്ങനെയാണോ പെർസീവ് ചെയ്ത് പറഞ്ഞു തരുന്നത്, അതാണ് ഫിഗർ എന്ന് പറയുന്നത്. തേർഡ് കാർഡ്, ഫോർത്ത് കാർഡ്, ഫിഫ്ത്ത് വൺ. ആക്ച്വലി ഇതൊക്കെ പോപ്പുലർ റെസ്പോൺസ് കാർഡാണിത്, ബാക്ക് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ, സെവൻത് വൺ. ഇതിലേക്കാണ് നടുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിന്ന് നമുക്ക് ഒരു ഫിഗർ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഒരാൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നെക്ലെസ് ആയിട്ട് തോന്നണേ എന്നുള്ളത്. അപ്പൊ നെക്ലെസ് തോന്നുന്നത് ഇത് മാത്രമേ കാണുന്നുള്ളൂ, ആ സ്പേസ് ആള് കാണുന്നില്ല. ഓക്കെ, ചിലർക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണുന്നുണ്ട്, ഇതിന്റെ ഇടയിലത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണുന്നുണ്ടാവുക. ഇതാണ് കളേർഡ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് വേറെയും കളർ കാർഡ്സ് ഉള്ളത്. ഇപ്പൊ ചില കളർ കാർഡ്സ്, അപ്പൊ ഈ കളർ കാർഡ്സ് ലാസ്റ്റ് വൺ ആണ്. ഈ കളർ കാർഡ് എല്ലാവർക്കും ഒരു പൂട്ടിരിയാണ്, അല്ലെങ്കിൽ ഉത്സവം നടക്കുകയാണ് എന്നൊക്കെയാണ് റെസ്പോൺസ്. അങ്ങനത്തെ എക്സ്പോഷൻസ് ഉള്ളവർക്ക് അതൊക്കെ പറയും. ഓക്കെ, അപ്പൊ അത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് അവര് നമുക്ക് റെസ്പോൺസ് പറഞ്ഞു തരുന്നത്. റെസ്പോൺസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഹോൾ പാർട്ടായിട്ട് കാണിക്കും, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ സെമി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. പിന്നെ അതേപോലെ നമ്മൾ സ്കോറിംഗ് വരുന്നതാണ് ബേസ്ഡ് ഓൺ ദിയർ കളർ, ഫോം. അത് വെച്ച് നമ്മൾ ഡിറ്റർമിൻസ് ആണ് അത് വെച്ച് നമ്മൾ സ്കോറിംഗ് നടത്തും. ഓക്കെ, അതേപോലെ ലൊക്കേഷൻ വെച്ച് നമ്മൾ സ്കോറിംഗ് നടത്തും, ഫോം വെച്ച് നമ്മൾ സ്കോറിംഗ് നടത്തും. അങ്ങനെയാണ് ഇതിന്റെ കോഡിംഗ് പോകുന്നത്. നമ്മൾ ഈ 10 കാർഡ് പറഞ്ഞപ്പോഴും കാണിച്ചു തന്നാൽ 10 കാർഡ്സ് എന്തായാലും കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന രീതി സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. അവരെ ഇപ്പോൾ ഒരു കാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതേപോലെ ഇരുത്തി കാണുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കാർഡ് അങ്ങനെ കാണാൻ പറ്റില്ല. അവർക്കൊന്ന് തിരിച്ചിട്ട് നോക്കണം, അവർക്കൊന്ന് സൈഡ് വൈസ് നോക്കണം, അവർക്ക് നോക്കാം. പക്ഷെ ആ ഒബ്സർവേഷൻസ് മൊത്തം നമ്മുടെ റെക്കോർഡ്, അതായത് റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു എക്സാമിന്റെ റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാവും, അവിടെ നമ്മളിതെല്ലാം എഴുതി വയ്ക്കും. അതിന്റെ ബേസ് അതും നമ്മുടെ സ്കോറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ ബേസ് ചെയ്ത് നമ്മൾ ഇന്റർപ്രിട്ടേഷൻസ് നടത്തുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഇപ്പൊ കഴിഞ്ഞതാണ് നമ്മൾ റോഷാക്ക് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പിന്നത്തേത് തിമാറ്റിക് എപ്സിപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. തിമാറ്റിക് എപ്സിപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ പ്രൊജക്റ്റീവ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് പിക്ചേഴ്സ് ആണ്. ഓക്കെ, സീരീസ് ഓഫ് പിക്ചേഴ്സ്, ഓരോ പിക്ചർ മറ്റേ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ആനിംബിഗസ് ഫിഗേഴ്സ് ആണ്, ആനിംബിഗസ് ഫിഗേഴ്സ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിലാണെങ്കിൽ ഫിഗേഴ്സ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ ഫിഗർ ആയിട്ട് തന്നെ ഹ്യൂമൻ ഫിഗേഴ്സ് ആണ് ഇതിൽ മെയിൻലി കൊടുത്തിട്ടുള്ളത്. ആ ഹ്യൂമൻ ഫിഗേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഫിഗേഴ്സ് യു ഹാവ് ടു മേക്ക് എ സ്റ്റോറി. ഓക്കെ, കൺസ്ട്രക്ഷൻ എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദാറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവ്സ്, മോട്ടീവ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇതുണ്ടാക്കിയ ആളുടെ പേരാണ് മുറേ ആൻഡ് മോർഗൻ. ആൻഡ് ഇറ്റ്സ് ഫോർമുലേറ്റഡ് in 1935. ഇതിന്റെ വേറെയും വേർഷൻസ് എന്ന് പറയുന്നത് ഇതാണ് ഒരു വേർഷൻ ഉള്ളത്. പിന്നത്തെ വേർഷൻ എന്ന് പറയുന്നത് ഇന്ത്യനൈസ്ഡ് വേർഷൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഫിഗറിന്റെ അകത്ത് ഡ്രസ്സിംഗ് പാർട്ടിൽ വ്യത്യാസം വന്നു മാത്രമേ ഉള്ളൂ.
ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചേഞ്ചും വരുന്നത് മുറി ഉണ്ടാക്കിയ പോലെ തന്നെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യനൈസ്ഡ് ആണ് അത്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സസ് ആണ് അതിൽ മെയിൻലി ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇതിൽ മെയിൻലി 20 കാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ റോഷാക്കിന് 10 കാർഡ്സ് നമ്മൾ കൊടുത്തു, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാത്ത കാർഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഫിഗേഴ്സിന്റെ കാർഡ്സിനെ കൊടുക്കുന്നത് 20 കാർഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. കൊടുക്കുന്ന കാർഡ് അതിനേക്കാളും 32 കാർഡ്സ് നമുക്ക് ഉണ്ടാകും. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്കാണെങ്കിൽ ചെറിയ കുട്ടിക്കായിട്ടുള്ള കാർഡ്സ് സെപ്പറേറ്റ് ഉണ്ട്. 10 കാർഡ്സ് നമ്മൾ കൊടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒറിജിനലി 31 പിക്ചേഴ്സ് ആണ് ഉള്ളത്. 11 pictures for all ages and 7 for boys under 14 years and males എന്ന് പറയുന്നത് 14 above ആണ് നമ്മൾ മെയിൽസ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ 7 cards for girls under 14 and females for over 14. അതാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും നമുക്ക് ഈ കാർഡ്സ് കൊടുക്കാവുന്നതാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ കുട്ടിയാണെങ്കിൽ ടി കൊടുത്താലും അതൊന്നും നമുക്ക് കുട്ടികളുടെ ഫീലിങ്സ്, ചെറിയ കുട്ടിയുടെ ഫീലിങ്സും മനസ്സിലാക്കാം. പക്ഷെ ഇത് ടി നമുക്ക് മനസ്സിലാക്കാവുന്ന അതേപോലത്തെ ടി പോലെ തന്നെയാണ് ഈ കാറ്റ്, അതായത് ചൈൽഡ്ഹുഡ് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ചിൽഡ്രൻ അപ്രിസിയേഷൻ ടെസ്റ്റ് ഉണ്ട്. ചിൽഡ്രന് വേണ്ടി മാത്രമായിട്ട് ടെസ്റ്റ് തന്നെയാണ്. അത് കുറച്ചും ചിൽഡ്രൻ ഫ്രണ്ട്ലി ടെസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുട്ടികൾക്കും ചെറിയ ചിൽഡ്രനും അഡൽട്ടിനും നമുക്ക് നോക്കാവുന്ന ബോത്ത് ഏജസ് നമുക്ക് നോക്കാവുന്ന സംഗതി തന്നെയാണ്, പല സ്റ്റേജസിലായിട്ട്. അതേപോലെ ജെൻഡർ വൈസും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനത്തെ കാർഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഫുൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ പറഞ്ഞ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന 20 കാർഡ്സ് ആയിരിക്കും. അതിൽ 19 കാർഡ്സിന് ഫിഗേഴ്സ് ഉണ്ടാകും. ഒരു ബ്ലാങ്ക് കാർഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇതേപോലെ ടൈമും ഒന്നും ഇതിനില്ല. സെക്സ് ബേസ്, ജെൻഡർ ബേസ് നമ്മൾ കാർഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഉമാ ചൗധരിയുടെയാണ് ഇന്ത്യൻ അഡാപ്റ്റേഷൻസ് ഉള്ളത്. 1960 ഡ്രസ്സസും ഫേസും മാത്രമാണ് വ്യത്യാസം വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വ്യത്യാസവും നിർത്തിയിട്ടില്ല അവർ. പിന്നെ ഇത് അഡ്മിനിസ്ട്രേഷൻ സൈഡാണ് പറയുന്നത്. ഇത് അഡ്മിനിസ്ട്രേഷൻ സൈഡ് എന്ന് പറയുമ്പോൾ മറ്റത് നമ്മൾ പറയേണ്ടായിരുന്നത് റോഷാക്കിൻ്റെ അകത്താണെങ്കിൽ അവർക്ക് ആ ഫിഗർ, അവർക്ക് ആ ഒരു കാർഡ് കാണിച്ചു കൊടുക്കും. ആ കാർഡിൽ ആംബിഗ്യസ് ഫിഗേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക, ആംബിഗ്യസ് ഫിഗേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ആ ആംബിഗ്യസ് ഫിഗേഴ്സിൽ നിന്ന് നമുക്ക് എന്താണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കണ്ട തോന്നുന്നത്, ഫീലിങ്സ് എന്താണെന്ന് അവർ പറഞ്ഞു തരും. അത് ഓർലി ആയിരിക്കും പറയേണ്ടത്, നമ്മൾ ആയിരിക്കും റെക്കോർഡ്. ഇതിലതാണെങ്കിൽ നമ്മൾ ഫിഗേഴ്സ് കാണിച്ചു കൊടുക്കുക. ആ കാർഡിൽ 20 കാർഡ്സ് ഫിഗേഴ്സ് ഉണ്ടാകും. ആ ഫിഗേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് ഓരോ ഫിഗറും ആ കാർഡ് കണ്ട ഫ്രം ദാറ്റ് കാർഡ് ഇറ്റ്സെൽഫ് യു ഹാവ് ടു